ഇവിടെ എല്ലാം കലാപരിപാടിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പരിപാടിയുണ്ട്. ഈ പരിപാടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം. അല്ലാതെ കുറേ നേരം ഇരുന്ന് പഴുത്തിട്ട് വന്ന് പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 50% പോലും വിജയിക്കില്ല. തിരുവാങ്കുളത്ത് ഒരു സ്കൂളിൽ ഞാൻ ആനിവേഴ്സറിക്ക് ചെന്നപ്പോൾ ഞാൻ 4 മണി പരിപാടി പറഞ്ഞിട്ട് ഞാൻ 3:30 അവിടെ ചെന്ന്. ഞാൻ ചെല്ലുമ്പോൾ മുറ്റം നിറയെ കുട്ടികളൊക്കെ നല്ല മാനിൻ്റെ, മുയലിൻ്റെ, മയിലിൻ്റെയൊക്കെ വേഷത്തിൽ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുക. പഴശ്ശിരാജൊക്കെ വാളുമായിട്ട് ഇങ്ങനെ നടക്കുക. അവിടുത്തെ വിശിഷ്ട അതിഥി വന്നപ്പോഴത്തേനും 5 മണിയായി. പരിപാടി തുടങ്ങിയപ്പോൾ 5:30 പരിപാടി തീർന്നപ്പോൾ 6:30 6:30 പരിപാടി കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മുയൽ തൂണിൻ്റെ ഒട്ടി കിടന്നുറങ്ങണം, മയിൽ അമ്മയുടെ മടിയിൽ തല വെച്ച് കിടക്കണം, പഴശ്ശിരാജാവ് വാളുമായിട്ട് അച്ഛൻ്റെ തോളത്ത് കിടന്നുറങ്ങണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ പരിപാടി തീർന്നിട്ട് ഒരു ഫ്യൂഷൻ ഡാൻസ്. സരസ്വതി താമരപ്പുറത്ത് ഇരിക്കുക. എങ്ങനെ 2 സെക്കൻഡ് കഴിയുമ്പോൾ സരസ്വതി ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്നൊരു മിസ് വന്നിട്ട് തട്ട് കൊടുക്കുമ്പോൾ സരസ്വതി വീണ്ടും നേരെ വെക്കും. 2 സെക്കൻഡ് കഴിയുമ്പോൾ സരസ്വതി ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ നിന്നൊരു മിസ് വന്നിട്ട് തട്ട് കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഡാൻസ് അല്ല നടന്നത്, 2 മിസ്സുമാർ ചേർന്നിട്ട് സരസ്വതിനെ ഇട്ട് തട്ടിക്കളിക്കായിരുന്നു. അപ്പോൾ ആ അവസരം ഉണ്ടാക്കേണ്ട, ഇനി പരിപാടി ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് പരിപാടി ചെയ്യട്ടെ. ഈ പരിപാടികളെല്ലാം ഭംഗിയായിട്ട് പോട്ടെ. ഇവിടെ ഈ അവാർഡിന് അർഹരായിട്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഡോക്ടർമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. എൻ്റെ വീട്ടിലും ഒരു ഡോക്ടറെ ഞങ്ങൾ റെഡിയാക്കിക്കൊണ്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞ് അടുത്ത 4ാമത്തെ വർഷത്തേക്കായി. എല്ലാ വീട്ടിലും ഇതുപോലെ ഡോക്ടർമാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ നമുക്ക് ഭൂസ്വത്തോ ഒന്നും സമ്പാദ്യമായിട്ട് തന്നിട്ടില്ല. തന്നേക്കണം മുഴുവൻ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇതൊക്കെയാണ് തന്നിട്ട് പോയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ മക്കൾക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനോ ഇതുപോലുള്ള കുറേ ഡോക്ടർമാർ നമ്മുടെ കൂടെ ഉണ്ടാവണം, എഞ്ചിനീയർമാരുണ്ടാവണം, ബാക്കി എല്ലാവരും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ജീവിതത്തിൽ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.